സമാധാനമായി. ഇപ്പഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. കേട്ടോ സിധു, എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു മൈനയും കൊണ്ട് അർജുനന്റെ വീട്ടിലേക്ക് ചെന്ന് അവര് സ്വീകരിക്കുമെന്ന്. ഇപ്പൊ ഞാൻ ചിന്തിച്ചതിലും അപ്പുറത്ത് കാര്യങ്ങൾ നേരെ തകിടം മറിഞ്ഞു. അർജുന ഇങ്ങോട്ട് വന്ന് അവളെ വിളിച്ചോണ്ട് പോകുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്, ഒരിക്കലും വിചാരിച്ചില്ല. നമ്മളെ കണക്കുകൂട്ടുന്ന പോലൊന്നും ആയിരിക്കില്ല പലപ്പോഴും കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതെ, നമ്മളൊന്ന് പ്ലാൻ ചെയ്യുന്നു. ദൈവം അതിനപ്പുറത്ത് എന്തോ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നു. എന്തായാലും കാര്യങ്ങളെല്ലാം ഭംഗിയായില്ലേ? ഇല്ല, കാര്യങ്ങള് വഷളാവും. സിദ്ധു എന്തായി പറയുന്നേ? അല്ല, അർജുൻ അവളെ സ്വീകരിച്ചെന്ന് കരുതി അവന്റെ വീട്ടുകാരെ സ്വീകരിക്കണ്ടേ? ഓ, അതിനൊന്നും കാര്യമില്ല. വീട്ടുകാരെ സ്വീകരിച്ചില്ലെങ്കിൽ വേറെ വീടെടുത്ത് താമസിക്കണം. അതൊന്നും വേണ്ടി വരില്ല. വിളിച്ചോണ്ട് പോവാൻ തന്റെ ഇടം കാണിച്ചില്ലേ? അപ്പൊ വീട്ടിലുള്ളവർ വഴക്കുണ്ടാക്കിയാലും നേരിടാൻ അർജുനന് കഴിയും. ഞാൻ മൈനയെ വിളിച്ചിറക്കി കൊണ്ടുപോന്നു. ആരോട് ചോദിച്ചിട്ട്? അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ. സാഹചര്യത്തിലോ? എന്ത് സാഹചര്യത്തിലാ നീ ഇവിടെ കൊച്ചിന്റെ അച്ഛനായത്? കണ്ടവന്റെയൊക്കെ ഗർഭം ചുമന്ന് കേറി വരാനുള്ളതല്ലേ ഈ വീട്? അത് ചേച്ചി, ഞാൻ നാണം കിട്ടവനെ, എന്ത് പൂതി കേറിയിട്ടാ നീ ഈ ഗർഭം ഏറ്റെടുക്കുന്നേ? ഇവിടെ തോന്നിയാസം നടന്നുണ്ടാക്കിയതൊക്കെ നീ അനുഭവിക്കണോ? സത്യം പറയടി, ആരുടെ കൂടെ നീ പേഴ്ച നടന്നത്? ചോദിച്ച കേട്ടില്ലേ ആരുടെ കുഞ്ഞാ എന്റെ വയറ്റിലെന്ന്? ഈ ചോദ്യത്തിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. വഴിക്ക് വെച്ച് ഞാൻ പറഞ്ഞതാ ഇങ്ങോട്ട് വരുന്നില്ല എന്ന്. അർജുനേട്ടൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാ. ഞാൻ പോയിക്കോളാം. നിക്ക്, പുറത്തേക്കാണെങ്കിൽ ഒരുമിച്ച്, അകത്തേക്കാണെങ്കിൽ ഒരുമിച്ച്. എന്ത് വേണമെന്ന് ചേച്ചിക്ക് തീരുമാനിക്കാം. ഇവിടെ അകത്ത് കയറ്റിയില്ലെങ്കിൽ നീ ഞങ്ങളെ വിട്ട് പോവല്ലേ? കേട്ടില്ലേ മുത്തശ്ശ, ഇത്രയും കാലം ഇവന് വേണ്ടി കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാ. അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, തടയണ്ട. ആയിക്കോട്ടെ, അവന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. അവസാനം ഈ ഭാരം ഇറക്കി വെക്കാൻ നീ ഒരുപാട് പാടുപെടും. മൈനകത്തേക്ക് ചെല്ല്, ഒന്നും സംഭവിക്കില്ല. എന്താടാ ഇതൊക്കെ? ശരിക്കും ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല മുത്തശ്ശ. തൽക്കാലം അത് മനസ്സിലാക്കിയാൽ മതി. ചേച്ചി പറഞ്ഞൊന്നും കണക്കാക്കണ്ട. അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. എന്നെ ഉപദ്രവിക്കാനാണോ ഉദ്ദേശം, അതോ കൊല്ലാനോ? നീ എന്താ അങ്ങനെ ചോദിച്ച? എന്റെ വയറ്റിൽ വളരുന്നത് നിങ്ങളുടെ കുഞ്ഞല്ലെന്നും മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് നിങ്ങൾക്കാ. പിന്നെ എന്തിനാ എന്നെ സ്വീകരിച്ചത്? വേറെ ആരുടെയും പേര് പറയാതെ നീ എന്റെ പേര് പറഞ്ഞത് എന്തിനാ? എനിക്ക് രക്ഷപ്പെടാൻ അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ വീട്ടിലേക്കാണെന്നും പറഞ്ഞ് നീ എങ്ങോട്ട് ഇറങ്ങി തിരിച്ചത്? ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. അത് അന്വേഷിക്കേണ്ട കാര്യം അർജുനേട്ടനില്ല. ഉണ്ട്. സ്നേഹിച്ചു പോയതിന്റെ ഒരു അവകാശം ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട്. ഞാൻ ചീത്തയായ പെണ്ണാ. ഞാനും പരിശുദ്ധനല്ല. ഐ എം പ്രഗ്നന്റ്. അതും മറ്റൊരാളുടെ കുട്ടി. അതാരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അറിഞ്ഞാ എനിക്ക് അവനെ കൊല്ലാൻ തോന്നും. എന്നെ വെറുതെ വിട്ടേക്ക് അർജുനേട്ടാ. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. പറ്റില്ല. നിന്നെ എനിക്ക് ആവശ്യമുണ്ടോ?
ഇഷ്ടപ്പെട്ട എന്നെ നീ ചതിച്ചെങ്കിലും നിന്നെ എനിക്ക് വേണം. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരൊറ്റ പോലും സ്നേഹിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ചതിക്കും? ഈ നിമിഷം വരെ നിങ്ങൾ എനിക്ക് പേടിയാ. അത് മാറും, മാറ്റിയെടുക്കും. ഇന്നു മുതൽ എന്റെ ഭാര്യ നീ. മറ്റെല്ലാം മറന്നേക്ക്. ഹരിയേട്ടൻ എന്താ ആലോചിക്കുന്നത്? ഒരുപാടുണ്ട് ആലോചിക്കാൻ. നിരന്തരം എന്നെ എല്ലാവരും ചേർന്ന് വിഡ്ഢിയാക്കുന്നതാണോ, എന്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുന്നതാണോ എന്ന കൺഫ്യൂഷനിലാണ് ഞാൻ. എനിക്ക് മനസ്സിലായില്ല. കാശിനേക്കാൾ വലുത് കാരുണ്യമാണെന്ന് പഠിപ്പിച്ച ഒരച്ഛന്റെ മകനാ ഞാൻ. പക്ഷേ കാരുണ്യത്തിനും കണ്ണീരിനും മുകളിൽ കമ്പിളി വിരിക്കുന്നത് കാശാണെന്ന് പഠിച്ച ഒരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വന്നു. ജീവിച്ചത് മുഴുവൻ പെങ്ങന്മാർക്ക് വേണ്ടിയാ. നാട് മുഴുവൻ നിന്നെ അന്വേഷിച്ച് ഞാൻ നടക്കുമ്പോ നിന്നെ എന്റെ പെങ്ങൾ അവളുടെ കിടക്കറയിൽ ഒളിപ്പിച്ചു വെച്ചു. എന്തിന്റെ പേരിലായാലും അങ്ങനെ ചെയ്ത് എന്നെ വിഡ്ഢിയാക്കലാണ്. ഏറ്റവും കൂടുതൽ അഭിമാനിച്ചത് മൈനെ കുറിച്ചാ. ഒരു വാക്കുകൊണ്ട് പോലും തെറ്റ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിച്ച എന്റെ അനിയത്തി, അവൾ ഒരു പുരുഷന്റെ തലോടലിന് വേണ്ടി കാത്തിരിക്കായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു സിദ്ധാർത്ഥ. അറിഞ്ഞിരുന്നെങ്കിൽ അവളെ ആദ്യം കല്യാണം കഴിച്ചു വിട്ടേനെ. അങ്ങനെയൊന്നും ആയിരിക്കില്ല. പിന്നെ എങ്ങനെയായിരുന്നു? അവൾക്ക് വേണ്ടി പല തവണ ഞാൻ അർജുനെ താക്കീത് ചെയ്തിട്ടുണ്ട്. ആ അവനെ തന്നെ മൈന അവളുടെ രഹസ്യക്കാരനാക്കിയപ്പോ ഞാനൊരു വിഡ്ഢിയായില്ലേ സിദ്ധാർത്ഥ? അതിന് തക്കതായ കാരണം ഉണ്ടാവും. ഉണ്ടാവും. ഞാൻ ഗൗരിയെ കല്യാണം കഴിച്ചതിനും നീ മാനസയെ കല്യാണം കഴിച്ചതിനും മൈന അർജുന്റെ കൂടെ പോയതിനും ഒക്കെ തക്കതായ കാരണം ഉണ്ടാവും. അത് പരസ്പരം പറയുമ്പോഴല്ല ഒരു കുടുംബം ആവുക. ഞാൻ ഈ വീട്ടിലെ ഒരു അംഗം മാത്രമാണോ? ഗൃഹനാഥനല്ലേ? ഒന്നും ഞാൻ അറിയണമെന്നാണോ? ഹരിയേട്ടൻ ഇങ്ങനെ ഇമോഷണൽ ആവണ്ട, എല്ലാം ശരിയാവും. ഞാനൊരു വിഡ്ഢിയല്ല സിദ്ധാർത്ഥ. കുടുംബത്തിന് വേണ്ടി വിഡ്ഢിവേഷം കെട്ടുന്ന പോലീസുകാരന് എപ്പോഴും കൂർമ്മ ബുദ്ധിയാ. ആ ബുദ്ധി വെച്ച് കുടുംബത്തിൽ ആരെയും ഞാൻ അളന്നിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു മൈന എനിക്ക് മുന്നിൽ കളിച്ചൊരു നാടകമാണ് അർജുൻ എന്ന്. തെറ്റായിരിക്കാം, ചിലപ്പോ ശരിയായിരിക്കാം. ശരിയായിരിക്കട്ടെ, അത് മാത്രമാണ് പ്രാർത്ഥന. നല്ല സ്വഭാവമുള്ള കുട്ടിയായിരുന്നു മൈന. എനിക്ക് നേരിട്ട് അറിയാവുന്നതല്ലേ. അവൾക്ക് എന്താ ഇങ്ങനെ സംഭവിക്കാൻ? അച്ഛനും മോനും കൂടെയുള്ള സംസാരം കേട്ടറിഞ്ഞുള്ള അറിവേ ഉള്ളൂ എനിക്ക്. ഗുണ്ടായിസം കാണിക്കുന്ന ഒരുത്തനുണ്ടല്ലോ അർജുൻ, അവന്റെ കൂടെ അവളെന്ന്. കുട്ടി അവന്റെ ആണെന്ന് നമ്മൾ സമ്മതിക്കുകയും ചെയ്തു. ഇതിലെന്തോ ചതിയുണ്ടമ്മേ. ഈ അർജുനെ പേടിച്ച മൈന ജീവിച്ചോണ്ടിരുന്നത്. ഒരിക്കൽ സിദ്ധുവേട്ടൻ അവളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിട്ടുമുണ്ട്. അത് ഏട്ടൻ എന്നോട് പറഞ്ഞതാ. ഒരിക്കലും അർജുനുമായിട്ടൊരു ബന്ധം അവൾക്ക് ഉണ്ടാവില്ല. ഒന്നുകിൽ അയാള് ബലമായി അവളെ ചീത്തയാക്കിയതാവണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും രക്ഷിക്കാൻ അവളെ ബലിയാടായതാവണം. മനസ്സിൽ ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളും വെച്ചോണ്ടിരിക്കും പെൺകുട്ടികള്. ഇതിപ്പോ അത് വല്ലതും ഉണ്ടോ? എന്താ അങ്ങനെ പറഞ്ഞേ? നമ്മുടെ കാര്യല്ല, മൈനയുടെ കാര്യമാ. ഇന്ന് അവളുടെ അർജുന്റെ ആദ്യ രാത്രി. കഷ്ടം, ഇതെന്തോന്ന് ആദ്യ രാത്രി? പണ്ടേ എല്ലാം കഴിഞ്ഞില്ലേ?
പ്രായമാവുന്ന കാലം തൊട്ട് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു ദിവസമായത്. ഒരു പുരുഷന്റെ സാമീപ്യവും സ്നേഹവും ഒക്കെ എന്തായിരിക്കും എന്ന് വെറുതെ ചിന്തിക്കും. ഇതൊക്കെ മൈനയുടെ മനസ്സിലുണ്ടാവാതിരിക്കും. ഉണ്ടാവും. മുമ്പൊരു അബദ്ധം പറ്റിയെന്ന് കരുതി അതല്ലല്ലോ കുടുംബജീവിതം. അമ്മയാവുന്നത് അനുഗ്രഹം. ആദ്യത്തെ കുഞ്ഞിനെ കണ്ണു നിറച്ച് കാണാൻ കഴിയുന്നത് ഭാഗ്യം. അതിനെ താലോലിക്കാൻ കഴിയുന്നത് പുണ്യം. വിവാഹം കഴിക്കും മുമ്പേ മൈനെ അമ്മയായി. വിവാഹം കഴിഞ്ഞിട്ടും ഞാൻ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ അത്രയ്ക്ക് തിടുക്കായ മനസ്സൊക്കെ. ഒരുപാട് ഇഷ്ടം എനിക്ക് കുഞ്ഞുങ്ങളെ. എന്തുപറ്റി? ഒന്നുമില്ല. കിടക്കാം. എന്റെ ദേഹത്ത് ഓടരുത് പ്ലീസ്. ആദ്യ രാത്രി ഭാര്യ ഭർത്താവിനോട് പറയുന്ന വാക്കാണോ ഇത്? ഞാൻ അർജുനേട്ടന്റെ ഭാര്യയായിട്ടില്ല. ഒരു ഗതികെട്ട സാഹചര്യത്തിൽ കൂടെ പോന്ന ഭാര്യയാകോ അർജുനേട്ടാ? മറ്റൊരാളുടെ കുഞ്ഞിനെ വയറ്റ് ചുമന്നുകൊണ്ട് എനിക്ക് എങ്ങനെ അർജുനേട്ടന്റെ ഭാര്യയാകാൻ പറ്റും? അതൊക്കെ വെറും ധാരണയാ മൈനെ. ഇത്തരം സംഭവങ്ങൾ എത്രയോ നടക്കുന്നു. ഭാര്യയുടെ മനസ്സിൽ മാത്രമുള്ള ഒരു രഹസ്യമാണ് കുഞ്ഞിന്റെ അച്ഛൻ എന്നുള്ള സ്ഥാനം. അവള് പറഞ്ഞു കൊടുക്കുന്ന ആളെ മക്കൾ അച്ഛ എന്ന് വിളിക്കുന്നു. അത് സത്യമായിക്കൊള്ളണമെന്നില്ല. ഇത് അതുപോലൊന്നല്ലല്ലോ മൈനെ. എനിക്കെല്ലാം അറിയാം. ആരാണ് നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ. അത് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. പിന്നെന്താ? അർജുനേട്ടൻ പറഞ്ഞ പോലത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ എനിക്കൊരിക്കലും അങ്ങനെ ആവാൻ പറ്റില്ല. ഒരാളെ സ്നേഹിച്ച് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ചു, ഒരു കുട്ടിയുമായി. ഇനി മറ്റൊരാളുടെ മുഖം എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അതെനിക്കറിയില്ല. എന്റെ ഇഷ്ടത്തോടെ അല്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ നിനക്ക് പറ്റില്ല. പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അർജുനേട്ടാ. രണ്ടുപേർക്ക് കിടക്ക വിരിക്കാന്ന് വെച്ചാ ഞാൻ രണ്ടും കെട്ട പെണ്ണായി പോവില്ലേ? മൈനെ, ഇതെന്റെ വീട്, എന്റെ മുറി. അടച്ചിട്ട ഈ മുറിയിൽ ഞാനും നീയും മാത്രമാണ്. എനിക്കെന്തും ചെയ്യാം. നാളെ നിനക്കൊന്ന് പരാതിപ്പെടാൻ പോലും പറ്റാത്ത വിധത്തിൽ എനിക്കെന്തും ചെയ്യാം. സമ്മതമില്ലാതെ ഫലമായി. കാണണോ നിനക്ക്? എനിക്കറിയാം, അതിനുള്ള കഴിവും കരുത്തും ഉണ്ട് അർജുനേട്ടന്. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമുണ്ട്. അർജുനേട്ടന് തടയാൻ പറ്റാത്തൊരു കാര്യം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ നാളെ പുലർച്ചയ്ക്ക് എഴുന്നേക്കുമ്പോ അർജുനേട്ടൻ കാണും ഈ ഫാനിൽ തൂങ്ങി നിന്ന് ആടുന്ന എന്റെ ശവം.
ഇനിയിപ്പോ അവന്റെ കുഞ്ഞ് തന്നെയാണ് വയനയുടെ വീട്ടിൽ. സ്ത്രീ വിഷയത്തിൽ അവൻ അത്ര മോശമൊന്നുമല്ല. മുത്തശ്ശനല്ലേ വഴികാട്ടി, പിന്നെ അവനിങ്ങനെ മോശവും. പക്ഷേ ഈ ഗർഭാവന്റെ അല്ല. അങ്ങനെ തറപ്പിച്ചു പറയാൻ കാരണം? കാരണങ്ങൾ നിരവധിയാണ്. മൈനെ എനിക്കറിയാവുന്നതല്ലേ. അവൾ ഒരിക്കലും അർജുനെ കൊണ്ട് ദേഹത്ത് തൊടിയിക്കില്ല. പിന്നെങ്ങനെയാ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്? ഇനിയിപ്പോ അവൻ ബലമായിട്ടെന്തെങ്കിലും? മുത്തശ്ശനത് വിവരക്കേടായി പറയുന്നേ. 16 വയസ്സിൽ അവൻ കടന്നു പിടിച്ചപ്പോ മുഖം അടച്ച് തല്ലിയത് അവള്. അതിനേക്കാൾ ആരോഗ്യവും കരുത്തും ആൾ സഹായവും നിയമസഹായവും ഇപ്പൊ അവൾക്കുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ സംഭവിച്ചാൽ തന്നെ മൈന അർജുന്റെ കൂടെ ഇറങ്ങി പോരുമെന്ന് മുത്തശ്ശന് തോന്നുന്നുണ്ടോ? അതില്ല. ഇല്ലെന്ന് മാത്രമല്ല, അങ്ങനെ സംഭവിച്ച അർജുൻ ഇപ്പൊ അഴി എണ്ണി കിടന്നേനെ. പിന്നെന്താ അവന്റെ കൂടെ ഇറങ്ങിപ്പോരാൻ കാരണം? ഇത് അടവാ മുത്തശ്ശ. ഗർഭിണിയായി പോയി. അപ്പൊ ഏൽക്കാൻ ഒരാള് വേണമല്ലോ. SP ഹരിശങ്കർ നോക്കിയപ്പോ അതിന് ഏറ്റവും പറ്റിയ ആണ് അർജുനാ. അപ്പൊ ഹരിശങ്കർ ആണെന്നാണോ നീ പറയുന്നത്? സംശയം എന്താ? ഹരിശങ്കർ ഗർഭിണിയാക്കിയിട്ട് അർജുന്റെ തലയിലേക്ക് മൈനെ കെട്ടിവെച്ചതാ. ഈ പൊട്ടനത് ഏൽക്കുകയും ചെയ്തു. ഇവൻ എന്താണ് ഇത്രയ്ക്ക് വിട്ടിത്തം കാണിച്ചത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് തോന്നുന്നത് അവൻ അവളോടുള്ള ഇഷ്ടം ഇപ്പോഴും കുറഞ്ഞിട്ടില്ലെന്നാ. അങ്ങനെ വന്നാ നമുക്ക് ദോഷം ചെയ്യില്ലേ? ചെയ്യും, വല്ലാത്ത ദോഷം ചെയ്യും. മൈനെ മിടിക്കുക. അവളെ സ്നേഹിച്ച് വശീകരിച്ചു കളയും അവനെ. അതോടെ എല്ലാം കൈവിട്ടു പോവും. അത് ഞാൻ സഹിക്കില്ല. എന്ത് ചെയ്യണമെന്ന് നീ പറയണേ? അവളെ എന്തെങ്കിലും ചെയ്താൽ അത് ഇരട്ടി ദോഷം ചെയ്യും. അവൻ നമുക്ക് എതിരാവും. മൈന സ്വയം ഇവിടുന്ന് പോണം. അവളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞാ. അതിനൊരു അച്ഛനെ ഉണ്ടാക്കൽ മാത്രമാ അവളുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ കുഞ്ഞില്ലാതാവണം മുത്തശ്ശ. അങ്ങനെ വല്ലവന്റെ കുഞ്ഞ് എന്റെ അനിയനെ അച്ഛാന്ന് വിളിക്കണ്ട. വയറ്റി വെച്ച് തന്നെ നമുക്കതിനെ കൊല്ലണം. വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നാളെ മുതൽ നമ്മൾ അവളെ സ്നേഹിച്ചു തുടങ്ങണം. സ്നേഹിക്കാനോ? ഇത്രയും വഴക്കൊക്കെ ഉണ്ടായിട്ട് ഇനി സ്നേഹിക്കാനോ? ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കണം മുത്തശ്ശ. നാളെ മുതൽ ഒരു ചെറുമകളോടെന്ന പോലെ സ്നേഹം അഭിനയിക്കണം. അവൾക്ക് ഒരു സംശയവും തോന്നരുത്. സ്നേഹിച്ച് സ്നേഹിച്ചു കൊല്ലണം നമുക്ക് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ. ചേച്ചി, ഒരു വീട്ടിലെ പണി മുഴുവൻ ചെയ്തുകൊണ്ടിരുന്ന ആളാ ഞാൻ. ഒന്നിനും ഒരു മുടക്കം വന്നിട്ടില്ല. ഇവിടുത്തെ രീതികളൊന്നും എനിക്കറിയില്ല. പറഞ്ഞു തന്നാ എല്ലാം ചെയ്തോളാം. അയ്യോ, അതൊന്നും വേണ്ട. കളപ്പുരക്കിലെ കൊച്ചമ്മമാരെ പോലെ അല്ല ഞാൻ. അടുക്കള കയറിയ എന്റെ കൈവളമൊന്നും ഊരി പോവില്ല. ഞാൻ ചെയ്തോളാം ഈ വീട്ടിലെ പണിയെല്ലാം. ആ, മൈന മോളെന്നെ സഹായിച്ചാ മതി. എന്താ? ഇല്ല, എന്തെന്ന് വെച്ചാ ഇന്നലെ കണ്ട ചേച്ചി അല്ല ഇന്ന്. അതിപ്പോ നീ എന്നെ കുറ്റം പറയരുത്. നീ ഈ വീട്ടിലേക്ക് വരേണ്ട പെണ്ണാ. എന്നാലും പ്രതീക്ഷിക്കാതെ അവൻ വിളിച്ചോണ്ട് വന്നപ്പോ പ്രതികരിച്ചു പോവില്ലേ? അതും ഗർഭിണിയാക്കിയിട്ട്. ഏതെങ്കിലും കുടുംബത്തിൽ സഹിക്കോ അത്? ഇല്ല, ആരായാലും സഹിക്കില്ല. അതെ, പക്ഷേ എല്ലാം നടന്നു കഴിഞ്ഞില്ലേ? ഇനി ഞാൻ കിടന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? ഇന്നു മുതല് ഞാൻ നിന്നെ ശരിക്കും അങ്ങ് സ്നേഹിക്കാൻ തീരുമാനിച്ചു. മോള് ചെന്നീ പാല് കുടിക്കാൻ. അടുക്കള പണിയൊക്കെ സാവകാശം ചെയ്താ മതി. ചെല്ല്. സന്തോഷായിട്ടിരിക്കേണ്ട സമയം ഇപ്പോ. ഒരു കുഞ്ഞു വയറ്റിലുള്ളതല്ലേ, അതും എന്റെ അർജുന്റെ കുഞ്ഞ്. അതിന്റെ വളർച്ച നന്നാവണമെങ്കിൽ മൈന എപ്പോഴും സന്തോഷായിട്ടിരിക്കണം. മുത്തശ്ശനുമായിട്ട് ഇന്നലെ രാത്രി ഞാൻ എല്ലാം സംസാരിച്ചു. മുത്തശ്ശനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിനക്ക് വേണ്ടി വിളക്കുവച്ച് പ്രാർത്ഥിക്കാം മുത്തശ്ശൻ.
ചെന്ന അനുഗ്രഹം വാങ്ങിക്ക്. ചെല്ല്. മോൾ എവിടെയെന്ന് അന്വേഷിക്കുകയായിരുന്നു ഞാൻ. ഇതെന്താ എല്ലാവർക്കും പെട്ടെന്നൊരു മാറ്റം? പെട്ടെന്നല്ല, ഞങ്ങൾ ശരിക്കും ആലോചിച്ചു. കഴിഞ്ഞതൊക്കെ മറക്കാൻ തീരുമാനിച്ചു. എന്തായാലും നീ ഞങ്ങളുടെ അർജുന്റെ ഭാര്യയല്ലേ. അത് മറന്ന് നിന്നോട് ദേഷ്യം കാണിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലായി. ഞാൻ പറയായിരുന്നു മുത്തശ്ശ, മൈന ഇപ്പോഴും അർജുന്റെ ഭാര്യയായിട്ടില്ല. എത്രയും പെട്ടെന്ന് കഴുത്തിലൊരു താലി കെട്ടിക്കണം. ഒരു കുട്ടിയായി കഴിഞ്ഞ് പിന്നെ എന്തോന്ന് താലി? അർജുന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ വിളിപ്പോ, അല്ലേ മോളെ? ഈ കുഞ്ഞൊന്നുണ്ടായിട്ട് വേണം എനിക്കൊന്ന് സന്തോഷിക്കാൻ. ചെല്ലു മോളെ, മോള് ചെന്ന് റെസ്റ്റ് എടുക്ക. നമ്മൾ ഈ കാണിക്കുന്ന അടവാണോ എന്ന് സംശയമുണ്ടോ? സംശയത്തിനിടം കൊടുക്കരുത് മുത്തശ്ശ. ആ കുഞ്ഞിനെ നശിപ്പിക്കുന്നത് വരേക്കും അവൾക്ക് ഒരു സംശയവും തോന്നരുത്. സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലണം നമുക്കവളെ. പറഞ്ഞ പോലെ മൈനെ ഞാൻ വീട്ടിലെത്തിച്ചു. ഒരു സംശയം തോന്നിയിട്ടില്ല അവൾക്ക്. ഞാൻ പുതിയൊരു മനുഷ്യനാണെന്ന് തോന്നലുണ്ടാക്കിച്ചു. ഇനി പറ, എന്ത് വേണം? ഈ കച്ചവടത്തില് നിനക്കെത്ര എനിക്കെത്ര എന്ന ചിന്ത വേണ്ട. നമുക്കെത്ര എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. വരുന്ന ഏജന്റിനോട് ലക്ഷങ്ങൾ കണക്ക് പറഞ്ഞ് വാങ്ങിക്കാം. അതിനിപ്പോ ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു കുറവേ കാണുന്നുള്ളൂ. അതെന്താ? ഗർഭം. അവളുടെ വയറ്റിൽ വിടർന്ന കുഞ്ഞ് ഒരു തടസ്സ. അത് നീ കിട്ടാൻ എന്താ ഒരു വഴി? വയറും വീർപ്പിച്ച് ചെന്നാലേ മാർക്കറ്റ് കുറയും. ആരും തൊടാത്ത പെണ്ണാണെന്ന് വിശ്വസിപ്പിച്ച പറയുന്ന തൊട്ടെറിഞ്ഞു തരും സേട്ടുമാര്. എന്തു ചെയ്യാം? ഒരു അബോർഷനൊന്നും അവൾ സമ്മതിക്കില്ല, അതുറപ്പാ. ഒന്ന് ശ്രമിച്ചു നോക്ക അർജുന. ഒന്നും ശ്രമിച്ചു നോക്കാതെ ഉപേക്ഷിക്കരുത്. എന്തായാലും നിന്റെ കുട്ടിയല്ല. അപ്പോ അതിനെ വേണ്ട, നീ ഒന്ന് പറഞ്ഞു നോക്ക്. ചിലപ്പോ നടക്കും. എനിക്ക് വിശ്വാസമില്ല. കുഞ്ഞിനെ നശിപ്പിക്കാൻ പറഞ്ഞ അതൊരു ചതിയായിട്ട് അവള് വിചാരിക്കും. അപ്പൊ പിന്നെ ഒറ്റ വഴിയുള്ളൂ. സ്വാഭാവികമായ ഒരു അബോർഷൻ നടക്കണം. മനസ്സിലായോ? ആയി. ഏതെങ്കിലും വിധത്തില് നമ്മളത് നടത്തിയെടുക്കണം, അല്ലേ? യെസ്. അവൾ അറിയാതെ ഏത് തരത്തിലും ആവാം ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. അങ്ങനെ ചെയ്ത ഈ ഒറ്റ കച്ചവടത്തില് പ്രതീക്ഷിക്കാത്ത ലാഭം കൊയ്യാം. എന്തായാലും നീ ശ്രമിച്ചു നോക്ക്. ഒരാഴ്ചത്തെ സമയം എന്തായാലും ഉണ്ട് നമുക്ക്. നമുക്കിന്നൊന്ന് പുറത്തു പോയാലോ സിദ്ധു? എന്തിനാ? എന്തിനെന്നോ, ചുമ്മാ ഒരു ഔട്ടിങ്. ഭർത്താവിന്റെ കൈയും പിടിച്ച് കലപില പറഞ്ഞു നടക്കാൻ ഒരു കൊതി. കൊണ്ടുപോവോ? ബീച്ചിലോ പാർക്കിലോ എവിടെയായാലും മതി. കൊണ്ടുപോകാൻ മനസ്സാ. ഒരു 2 ദിവസം കഴിഞ്ഞോട്ടെ. വർക്ക്ഷോപ്പില് അർജന്റായിട്ട് പണി തീർത്തു കൊടുക്കാൻ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട്. അതിനവിടെ പണിക്കാരില്ലേ? അത് പോരാ. എന്റെ മേൽനോട്ടം ഇല്ലെങ്കിൽ ഈ ഉടമസ്ഥർക്ക് തൃപ്തിയാവില്ല. അതുകൊണ്ടാണ്. ഇയാള് പിണങ്ങണ്ട. 2 ദിവസം കഴിയട്ടെ. എവിടെ വേണേലും കൊണ്ടുപോക്കോളാം.
എനിക്കറിയില്ല. എന്തും ചെയ്യാം, നിനക്ക് വേണ്ടി എന്തും ചെയ്യാം. ഇനി എന്തെങ്കിലും ചെയ്തിട്ട് എന്താ കാര്യം? മീന, രക്ഷപ്പെടണ്ടേ നിനക്ക് അവിടുന്ന്? പറ, രക്ഷപ്പെടുത്തട്ടെ? വേണ്ട, എന്റെ ജീവിതം ഇനി ഇവിടെ തന്നെ. അങ്ങനെ നിരാശപ്പെടണ്ട. ഞാൻ പറഞ്ഞില്ലേ, സേഫ് ആയിട്ട് നിന്നെ ഞാൻ താമസിപ്പിക്കാം. നീ അവിടെ നിന്ന് ഇറങ്ങി വന്നാ മതി. അതൊക്കെ റിസ്കാ. ഇനി ഒന്നിനും ഞാനില്ല. ഇതാ ഈശ്വരന്റെ വിധി. അതിനോട് ഞാൻ പൊരുത്തപ്പെട്ടോളാം. നീ ഒന്നുകൂടെ ആലോചിക്കേ. ഞാനിവിടെ ഉള്ളപ്പോ നിനക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല. വേണ്ട, ഞാൻ കാരണം ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ആരും സങ്കടപ്പെടരുത്. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. സിദ്ധു കാരണം ആർക്കാ ബുദ്ധിമുട്ടാവുന്നേ? അത് ഞാൻ ഈ വർക്ക്ഷോപ്പിലെ ഞാൻ തന്നെ ചെല്ലണം നിർബന്ധം. എപ്പൊ നോക്കിയാലും ഈ ജോലിക്കാര്യങ്ങളാ. 2 ദിവസം കൂടി ഞാൻ നോക്കും. എന്നിട്ടും ജോലി തിരക്ക് തീർന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ പിടിച്ച് കെട്ടിയിടും. ഞാൻ മിസ് ഇന്ത്യ. അസത്തെ ഇതൊക്കെ നശിപ്പിച്ചില്ലേ? ഇതൊക്കെ ഇനി എന്തിനു കൊള്ളാം? പിന്നെ ഞാൻ എടുക്കൂടെ? നീ വേല എടുക്കുവാണോ? അയ്യോ ആന്റി തല്ലല്ലേ, ഞാനിനി എടുക്കില്ല. ആന്റി തല്ലല്ലേ. കൊല്ലും ഞാൻ. അയ്യോ, തൊട്ടുപോകരുത് എന്റെ കുഞ്ഞിന്. ഇത് കണ്ടില്ലേ, ഒക്കെ വാരിത്തേച്ച് വെച്ചിരിക്കുന്നേ. എല്ലാം നശിപ്പിച്ചില്ലേ? നശിപ്പിച്ചെങ്കിൽ അത് എന്നോട് പറയണം. അല്ലാതെ എന്റെ മോളെ ശിക്ഷിക്കാനൊന്നും നിനക്ക് അധികാരമില്ല. ഒരു മേക്കപ്പ് കിറ്റ് അല്ലേ, ഞാൻ വാങ്ങി തന്നോളാം. പിന്നെ നീ വാങ്ങി തരും. എന്റെ സ്കിൻ ടോണിന് ചേരുന്നത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇവിടെ കിട്ടാത്ത കോസ്മെറ്റിക്സാ. വൃത്തി കിട്ടും. നീ എന്നെ തള്ളി വീഴിച്ചല്ലേ? ശരിയാക്കാം, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ മോളെ എന്തെങ്കിലും ചെയ്താ അത് മാത്രം സമ്മതിക്കില്ല ഞാൻ. വാ. അമ്മ ഇത് കണ്ടോ? എന്റെ മോളെ ഇനി തല്ലാൻ ഒരു സ്ഥലം ബാക്കിയില്ല. എന്നെ ഒരുപാട് തല്ലി അച്ഛമ്മേ. ആര്? അവള് അല്ലാതെ ആരാ? ഇവിടെ ഇവിടെയൊക്കെ നിറച്ച തല്ലി. കരച്ചിൽ കേട്ട് ഞാൻ ഓടി ചെല്ലുമായിരുന്നു. എന്തിനാ ഈ അക്രമം കാണിച്ചത്? എന്തോ മേക്കപ്പ് ചെയ്യുന്ന സാധനങ്ങൾ മോളെടുത്ത് മുഖത്തിട്ടു. അതിനാ. കുഞ്ഞിനെന്തറിയാം? അത് വഴക്ക് പറഞ്ഞവൾ വാങ്ങിച്ചു വെച്ചാ പോരെ? ഇനി എടുക്കില്ലെന്ന് കരങ്ങി പറയുന്നത് അച്ഛമ്മേ, എന്നിട്ടും തല്ലി. രണ്ടെണ്ണത്തിന് കൊല്ലണം. ശവങ്ങളും. ആരാടി നിന്റെ ശവങ്ങള്? അമ്പികയും കുഞ്ഞിനെയും കുറിച്ചാണോ നീ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. പറയുകയും ചെയ്യരുത്, പ്രവർത്തിക്കുകയും ചെയ്യരുത്. മോളത്തെല്ലാം നീ ആരാടി? എന്റെ കോസ്മെറ്റിക്സ് ഒക്കെ നശിപ്പിച്ചത് കണ്ടില്ലേ? എന്തോന്ന് കോസ്മെറ്റിക്സ്? ഒക്കെ എടുത്ത് ഞാൻ വേസ്റ്റ് ബോക്സിലിടും. ആന്റിക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? എപ്പോ നോക്കിയാലും എന്നെ കുറ്റപ്പെടുത്തും. എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും? ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യുന്നുണ്ടോ നീ? കൊച്ചുകുട്ടി എന്തെങ്കിലും കുസൃതി കാണിച്ചാ ഉടനെ അച്ചാലും മുച്ചാലും അങ്ങ് തല്ലുകാണോ? ഈർക്കിലെടുത്ത് തല്ലു കൊടുത്താൽ മനസ്സിലാക്കാം. അല്ലോ നിന്റെ പോള കൈവച്ച് ദേഹം മുഴുവൻ തല്ലുകാണോ വേണ്ടത്? എനിക്ക് ദേഷ്യം വന്നാ ഞാൻ തല്ലും. ഓ, എന്നാ നീ എന്നെ അങ്ങ് തല്ലടി. തല്ലടി. ഇനി നീ കുഞ്ഞിന്റെ ദേഹത്തെങ്ങാനും തൊട്ടാ നിന്റെ കൈ ഞാൻ തല്ലി ഓടിക്കും. ആ, നീ നോക്കിക്കോ എന്താ നടക്കാൻ പോകുന്നേ.
കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഗർഭം അലസിപ്പിക്കുന്ന ഗുളികയൊന്നും ഡോക്ടർ പറയാതെ തരില്ല മെഡിക്കൽ ഷോപ്പുകാര്. പിന്നെ സ്റ്റോറിൽ നിൽക്കുന്ന ഒരു പരിചയക്കാരന് കൈമണി കൊടുത്തായി സംഘടിപ്പിച്ചത്. ഇതിൽ ഒരെണ്ണം കഴിച്ചാലും മതി, വയറുവേദന തുടങ്ങും, പിന്നെ എല്ലാം പെട്ടെന്ന് നടക്കും. ഹോസ്പിറ്റലിൽ കൊണ്ടുവേണ്ടി വരുമോ? ഇല്ലെന്നാ ആച്ചകൻ പറഞ്ഞത്. കൊണ്ടുവേണ്ടി വന്നാലും സാരമില്ല, ഒന്ന് അലസി കെട്ടിയാ മതി. മുത്തശ്ശൻ ചെന്ന് അവളെ താഴേക്ക് വിളിച്ചിട്ട് വാ. അപ്പോഴേക്കും ഞാൻ പാലിൽ ഇത് പൊടിച്ചു ചേർക്കട്ടെ. സംശയം വല്ലതും തോന്നുന്നു? ഇല്ല, അവൾക്ക് മാത്രമല്ല, നമ്മൾ 3 പേർക്കും പാലെടുത്തു. എല്ലാവരും കഴിക്കുമ്പോൾ സംശയിക്കില്ല. ഗുളിക പിടിച്ചിട്ട് ക്ലാസ് അങ്ങ് മാറിപ്പോയല്ലേ? അത് പിന്നെ എനിക്കറിയില്ലേ. മുത്തശ്ശൻ ചെല്ലേ. ഞാൻ പോയിട്ട് വരാം. മോളെന്താ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? താഴേക്ക് വരൂ. ഞാൻ വരാം. നല്ല ക്ഷീണമുണ്ടല്ലോ മോക്ക്. മുഖത്തൊരു വെളർച്ചയുണ്ട്. ക്ഷീണം മനസ്സിനാ മുത്തച്ഛ. ഈ സമയത്ത് അങ്ങനെ മനസ്സൊഴിപ്പിക്കാൻ പാടില്ല. അത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ബാധിക്കും. ഇപ്പൊ സന്തോഷവതിയായിരിക്കണം. നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ കുറുന്തോട്ടി കഷായം മുതൽ തുടങ്ങും. ഇപ്പൊ അത് വല്ലതും ഉണ്ടോ? എങ്കിലും ആഹാര കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. വാ, ആശ അവിടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഷോ, ഞാൻ പാലങ്ങനെ കുടിക്കാറില്ല. മാത്രമല്ല, ഇതിനു മുമ്പ് ഒരു ഗ്ലാസ് കുടിച്ചതല്ലേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ എല്ലാവരും ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാ. ആശയ്ക്കൊരു നിർബന്ധ. പാല്, തൈര്, വെണ്ണ ഒക്കെ എല്ലാവരും കഴിക്കും. മോളും അതൊക്കെ ശീലിക്കണം. ഇവിടെ എല്ലാവർക്കും ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നടക്കുന്നത്. നോക്കിക്കോ, ഇനി മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഭാഗ്യം വരാൻ പോവുക. എന്റെ അർജുന്റെ കുഞ്ഞാ അത്. എനിക്ക് അവനെ കാണാൻ കൊതിയായി. മോള് വാ, ആശ അന്വേഷിക്കുന്നുണ്ടാവും. വാ. എത്ര സമയം ഈ മോക്ക് പാലെടുത്ത് വെച്ചിരിക്കുന്നു? കുടിക്ക്. രാവിലെ കുടിച്ചല്ലേ. അതൊന്നും സാരമില്ല. ഇടയ്ക്കിടയ്ക്ക് പോഷകാഹാരം കഴിക്കണം. ആ, ഈ ഫയലൊന്ന് മുറിയിലേക്ക് വെച്ച് ഓഡിറ്റർ കൊടുക്കാനുള്ള കണക്കാ. കുടിച്ചോ? കുടിച്ചു. എന്നാ തയ്യാറായിക്കോ. കുറച്ചു കഴിയുമ്പോ കേക്കാൻ കരച്ചില്. രണ്ട് കൊല്ലം മുമ്പുള്ള കണക്കൊക്കെ എവിടെ ചെന്ന് തപ്പിയെടുക്കാനാ? എന്താടാ ഈ തരുന്നേ? 2 വർഷം മുമ്പുള്ള ടാക്സിന്റെ കണക്ക് കാണിക്കാൻ. ഇതൊക്കെ എങ്ങനെ കാണിക്കാനാ? ടാക്സ് കൊടുക്കാൻ മാത്രം നിനക്കെന്താ വരുമാനം? എന്റെ വരുമാനം അല്ലല്ലോ, പലരുടെ ബിനാമിയല്ലേ ഞാൻ. അക്കൗണ്ട് വഴി വരുന്നതിനൊക്കെ ഞാൻ സമാധാനം പറയണ്ടേ? ഈ കള്ളപ്പണിയൊക്കെ നിർത്തി സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ നിനക്ക്? ഗുണ്ടായസ്തെന്ന് കിട്ടുന്ന കാശൊന്നും വേറെ പണിയെടുത്ത കിട്ടില്ല ചേച്ചി. ഇതൊരു തൊഴിലാ. അയ്യോ അയ്യോ അയ്യോ,
എന്താ മുത്തശ്ശ? മുത്തശ്ശ, ഞാനൊന്ന് വണ്ടി എടുത്തിട്ട് വരാം. മുത്തശ്ശ, മുത്തശ്ശ, പാൽ ഗ്ലാസ് മാറിപ്പോയോ മുത്തശ്ശ? അയ്യോ മുത്തശ്ശ, പോട്ടെ മുത്തശ്ശ. അയ്യോ എന്ത് പറ്റി? എന്താന്നറിയില്ല, ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കുന്നു. എന്റെ ദൈവമേ, എന്ത് പറ്റി? പാല് കുടിച്ചായിരുന്നോ? ഇല്ല, അപ്പോഴേക്കും അർജുനന്റെ ഫയലുമായിട്ട് വന്നു. എല്ലാം കൂടെ എടുത്ത് കുടിച്ചു കാണും. എന്തുപറ്റി എനിക്ക്? എനിക്കൊന്നും പറ്റിയില്ല. പറ്റാതിരിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്തു. അമ്മയെ വിളിച്ച് YWCAയിൽ ഒരു റൂം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഡേവിഡ് അങ്കിൾ അവിടെ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റിലുണ്ട്. വിളിച്ചു പറഞ്ഞാൽ റൂം എടുത്തു തരും. അതിന് മാത്രം എന്താ ഉണ്ടായേ? പറയേ. പറയാനൊന്നുമില്ല. ഇന്നൊരു ദിവസം കൂടി എന്നെ സഹിച്ചാ മതി. ഞാൻ പൊയ്ക്കോളാം. അല്ല ഗീതു, എന്താ കാര്യം പറ. ഗീതു നിക്ക്. ഗീതു, എന്താ പറ്റിയെന്ന് പറ. പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്ക് ചോദിക്കാനും പറയാനും ആളുള്ളത് എന്റെ വീട്ടിലല്ലേ? ഞാനിവിടെ ഉണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ എന്നോട് പറ. വന്ന് കേറിയപ്പോ മുതൽ എന്നോട് ദേഷ്യപ്പെടുന്നത് ആന്റി. എനിക്കറിയാം, എല്ലാം അംബിക സ്ക്രൂ ചെയ്ത് വിടുന്നതാ. ഇന്ന് എന്താ ഉണ്ടായെന്ന് പറ. വേണു വിദേശത്തുനിന്ന് വരുത്തിച്ച മേക്കപ്പ് സാധനങ്ങളാ. അതാണെങ്കി ഇവിടെ കിട്ടാനുമില്ല. എല്ലാം എടുത്ത് നശിപ്പിച്ചു ആ അംബികയുടെ മോള്. അപ്പൊ എന്താ മോളെ ഈ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് ചോദിച്ചു പോയി. അപ്പൊ ആ പെങ്കൊച്ചെന്നെ പോടേന്ന്. പ്രായമായവരെ എങ്ങനെ വിളിക്കാവൂന്ന് ചോദിച്ച് ഞാൻ ചെറിയ ഒരു അടി കൊടുത്തു. അതിന് അംബികയും ആന്റിയും കൂടെ ചേർന്ന് എന്നെ പറഞ്ഞ ചീത്തയ്ക്ക് കണക്കില്ല. അവസാനം അംബിക എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഒറ്റ തള്ളു. ഞാൻ നടുവ് തല്ലി വീണുപോയി. എന്തിനാ വേണു എല്ലാരും കൂടി ചേർന്ന് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്റെ കൈയും കാലും തല്ലി ഓടിക്കുമെന്ന് ആന്റി പറഞ്ഞിരിക്കുന്നത്. നീ കരയണ്ട. നിന്നെ ഇവിടെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദേഹമൊക്കെ വേന അമ്മേ. സാരമില്ല, അതൊക്കെ മാറിക്കോളും. അംബികേ, നീ ഗീതുവിനെ ചീത്ത പറയും അല്ലടി? തള്ളി വീഴിക്കും അല്ലടി? തല്ലല്ലേ എന്റെ അമ്മ, തല്ലല്ലേ. മാറി. എന്താ ഇത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എല്ലാരും കൂടെ ഗീതുവിനെ ഒറ്റപ്പെടുത്തിയല്ലേ ചിലപ്പോ എനിക്ക് ഭ്രാന്ത് കേറും. കേറിയ പിന്നെ കൊലപാതകം നടക്കൂടെ? ഒന്ന് പോടാ ചെറുക്ക. ഈ പാവം പിടിച്ച പെണ്ണിനെ പേടിപ്പിക്കുന്ന പോലെ എന്നെ വരട്ടല്ലേ. തല്ലും കൊല്ലും ഒക്കെ ചെറുപ്പത്തിലെ കണ്ട് വളർന്നവളാ ഞാൻ. ഇന്നലെ വന്ന് ഒരുമ്പെട്ടവർക്ക് വേണ്ടി വർത്താനം പറയാൻ നിന്നാലേ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നേ. ഒരു സംരക്ഷകൻ. തല്ലും കൊണ്ടിങ്ങനെ നിൽക്കാതെ നീ പെണ്ണെ. ഒരെണ്ണം തിരിച്ചു കൊടുത്താലേ അതോടെ തീരും ഇവന്റെ അഹങ്കാരം. നാണമില്ലല്ലോടാ. സ്വന്തം കുഞ്ഞിനെ പട്ടിയെ പോലിട്ട് തല്ലുകാരുന്ന അവള്. അറിഞ്ഞ നീ? എനിക്കത് അറിയണ്ട. അയ്യോ, അറിയാത്ത പിള്ളയെ താമസിയാതെ ചൊറിഞ്ഞു തുടങ്ങും. അപ്പൊ അറിഞ്ഞോളൂ നിന്റെ നാശത്തിന് വന്നതാ അവള്. കണ്ടോ?